പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10-ാം തീയതി, അതായത് ശനിയാഴ്ച, വയനാട്ടിലെ ദുരന്തഭൂമി സന്ദർശിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും കേന്ദ്രത്തിൻ്റെ ഒരു വിധത്തിലുള്ള സഹായവും നേരിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നതിൽ എന്തുമാത്രം അലംഭാവം കേന്ദ്രം കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടെ ഒരു രീതിയിലും സഹായം എത്തിക്കരുത് എന്ന വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് നരേന്ദ്രമോദിയും ടീമും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ച പോലും നടത്താൻ ഉതകുന്നില്ല. പിന്നെ എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്? ഈ രാജ്യത്ത് ഇത്രയും വലിയ സമാനതകളില്ലാത്ത ഒരു ദുരന്തം ആരും വിളിച്ചു വരുത്തിയതല്ല, ഒന്നും പ്രത്യക്ഷത്തിൽ ഉണ്ടായതല്ല. ജസ്റ്റിസ് കെമാൽ പാഷ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. നമുക്കറിയാം ഹത്രാസിൽ നടന്ന സംഭവ വികാസം. അവിടെ മത നേതാവിൻ്റെ ചടങ്ങിനിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുപോയ ആളുകൾ മരണമടഞ്ഞത്. ഇവിടെ അങ്ങനെ ഒന്നും വിളിച്ചു വരുത്തിയ സംഭവ വികാസമല്ല. അതായത് കൃത്യമായി ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയല്ല, പൊടുന്നനെ ഉണ്ടായ ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ആ സംഭവത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്നു. ഇത് എപ്പോഴും എവിടെ വേണമെങ്കിലും വരാവുന്ന അവസ്ഥയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുക്കാൻ BJPക്കപ്പുറം മറ്റൊരു പാർട്ടിക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദുരന്തമുഖത്തും ഇത്രയധികം രാഷ്ട്രീയം കളിക്കാൻ BJPയെ കൊണ്ട് പറ്റുകയും ഉള്ളൂ. അതിനെയാണ് പൊളിച്ചടുക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി അവിടെ തമ്പടിച്ച് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഇടത് വലത് ഭേദമില്ലാതെ ശ്രമിക്കുമ്പോൾ BJPക്ക് കല്ലുകടിയാണ്. അവർ പറയുന്നു, ദാ രാഷ്ട്രീയം കളിക്കുന്നു, ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഗിമിക്സാണ് എന്ന്. അത്രയും കഷ്ടമാണ് അവരുടെ കാര്യം. കാരണം വയനാട്ടിൽ നിന്നല്ല, കേരളത്തിൽ മറ്റെവിടെയും BJPക്ക് സാധ്യതയില്ല എന്ന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് അവർ വിചാരിക്കുന്നത് ഇനി കേരളത്തെ അങ്ങ് അവഗണിച്ച് കളയാം, ഇവിടെ തിരഞ്ഞെടുപ്പൊന്നും വരുന്നില്ലല്ലോ, പിന്നെ സഹായം നൽകേണ്ട കാര്യമില്ലല്ലോ എന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇതിനെയാണ് പൊടുന്നനെ കൃത്യമായി മറുപടിയിലൂടെ വിമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ദുരന്തമുഖത്ത് ആദ്യം തന്നെ വിളിച്ചത് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒന്നുമല്ല, സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വേണ്ട രീതിയിലുള്ള സഹായം നൽകിയതും രാഹുൽ ഗാന്ധിയാണ്. ഒരർത്ഥത്തിൽ സൈനികർ ബെയിലി പാലം നിർമ്മിച്ചതിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ തന്നെയാണ് എന്നത് വാസ്തവം. രാഹുൽ ഗാന്ധിയാണ് രാജ്നാഥ് സിംഗിനോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുകയും എല്ലാ രീതിയിലുള്ള അടിയന്തര സഹായവും സൈനിക തലത്തിൽ തന്നെ കിട്ടണമെന്നതും യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിന് കാര്യപ്രാപ്തി വരണമെന്നതും വ്യക്തമാക്കിയത്. അതിലൂടെയാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത്.